ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ മല്ലു ഡ്രാമ ലവർ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്വേർഡ് ആൻഡ് ഫയറി 4ൻ്റെ 6th എപ്പിസോഡാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം എപ്പിസോഡിലേക്ക് പോയാലോ. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ യുനാൻ വന്നിട്ട് ഇവരെല്ലാവരെയും അവൻ്റെ ചീത്ത ശക്തി ഉപയോഗിച്ചിട്ട് കീഴ്പ്പെടുത്തുന്ന കേട്ടോ കാണിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട് ലിങ്ഷനെ മാത്രമേ ഇവിടെ വെച്ചിട്ട് ബാക്കി നിങ്ങളെ രക്ഷപ്പെട്ടോളം പറയുമ്പോഴത്തേക്ക് അവർ സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവൻ്റെ ചീത്ത ശക്തിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മാംഗ്ലി പറയുന്നുണ്ട്, നീ ഒരുപാട് ആൾക്കാരെ നിൻ്റെ ഈ ശക്തി ഉപയോഗിച്ച് കൊന്നു, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ ഇങ്ങനെ മാംഗ്ലി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഈ ചീത്ത ശക്തി നമ്മുടെ ടിയാന് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ. അവൻ ഓൾറെഡി നമ്മുടെ ലിൻഷേൻ്റെ ആ ഒരു കത്തി കൊണ്ടിട്ട് അവൻ ഓൾറെഡി തളർന്നിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ ഒരു ഇതും കൂടി വെക്കുമ്പോഴത്തേക്കും അവന് പറ്റുന്നുണ്ടാവില്ല. ആ ടൈമിൽ നമ്മുടെ ടിയാൻ ലിൻഷനോട് പറയുന്നുണ്ട്, നീ വേഗം പോയി രക്ഷപ്പെട്ടോളം പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ പറയുന്നുണ്ട്, ഞാൻ നീ ഇല്ലാതെ കൊണ്ട് പോവില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ യുനാന് ലിൻഷയ്ക്ക് നേരെ വഹിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അമ്പ പോലത്തെ സംഭവം നമ്മുടെ ടിയാൻ്റെ മുതുകത്തായിരിക്കും അവൻ ഏറ്റുവാങ്ങുന്നുണ്ടാവും കേട്ടോ. അതും കൂടി ആകുമ്പോഴത്തേക്കും അവൻ ആകെ തളർന്നിട്ട് അവൻ്റെ വായിലൂടെയൊക്കെ ബ്ലഡൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടും അവളും ഇങ്ങനെ കരഞ്ഞിരിപ്പുണ്ട്. ആ സമയം കാണി നമ്മുടെ സീനെ ആയിരിക്കും. സീൻ കാണുന്നുണ്ടെങ്കിലും അവൻ്റെ ശക്തിയൊക്കെ പോയിട്ട് ആ ശിഷ്യനെ അവനെ ഭയങ്കരമായിട്ടും ഉപദ്രവിക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ടിയാനെ ലിൻഷനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കയ്യിലുള്ള ആ വാൾ ഉപയോഗിച്ചിട്ട് യുനാൻ്റെ ശക്തിയെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആ ടൈമിൽ തന്നെ ആ വാളിൻ്റെ മുന കൊണ്ടിട്ട് നമ്മുടെ ലിൻഷൻ്റെ ദേഹം ആകെ ഇതാവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തളർന്ന് വീഴുന്നുണ്ട്. അതേസമയം നമ്മുടെ സീങ്ങിനെയും കാണിക്കുന്നുണ്ട്. സീങ്ങും അവൻ്റെ ശക്തിയൊക്കെ പോയിട്ട് ആ ശിഷ്യൻ്റെ അടി കൊണ്ടിട്ട് അവനും കീഴ്പ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ വിചാരിക്കും ഇനി ഇത് വെച്ചിട്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവൻ അവൻ്റെ വാൾ ഉപയോഗിച്ചിട്ട് മേളിലേക്ക് ആക്കിയിട്ട് അവൻ വലിയൊരു മന്ത്രം ചൊല്ലി വലിയൊരു പവർ അവിടെ വരുത്താണ് കേട്ടോ. അപ്പോൾ ഈ പവറൊന്നും നമ്മുടെ യുനാനെ സഹിക്കാൻ പറ്റുന്നില്ല. അവൻ അവിടെ നിന്ന് മാഞ്ഞു പോയിട്ട് പെട്ടെന്നൊരു കുടുക്കയിലേക്ക് പോയി ഇതാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കുടുക്ക തന്നെ പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മാംഗ്ലി കാണുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ സീനം കാണിക്കുന്നുണ്ട്. അവൻ്റെ ആ ഒരു വിഷമൊക്കെ അവൻ്റെ ദേഹത്ത് നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവൻ്റെ പഴയ ശക്തി തിരിച്ചിട്ടുന്നുണ്ട് കേട്ടോ. ആ സമയം ആ ശിഷ്യൻ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവനും മാഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമ്മുടെ മാംഗ്ലി പറയുന്നുണ്ട്, ഇതിൻ്റെ ഒരു ശക്തി യുനാന് പോലും സഹിക്കാൻ പറ്റുന്നുണ്ടാവുന്നില്ല. പക്ഷേ നമ്മുടെ ലിൻഷയ്ക്ക് ഇതെല്ലാം സഹിക്കാൻ പറ്റുന്നത് അവൾ മയങ്ങി പോകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇവളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഒരു പെണ്ണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അത് അവളെ നോക്കുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ ലിൻഷനെ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. വസ്ത്രങ്ങളും അവളുടെ ഫേസൊക്കെ ലിൻഷനെ പോലെ തന്നെയാവും. എന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, വാ നിങ്ങൾ എൻ്റെ കൂടെ വരാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ലിൻഷനെ തോളത്തൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആ സമയം നമ്മുടെ ടിയാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എന്താ എൻ്റെ ലിൻഷനെ പോലെ തന്നെ ഇരിക്കുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ അവിടെ നിന്ന് എണീക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവൾ ആ ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളെന്താ എന്നെ പോലെ ഇരിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു പെണ്ണ് പറയുന്നുണ്ട്, ഞാൻ ആരെയും പോലെയല്ല, പക്ഷേ എന്താണ് യുനാൻ എന്ന് പറയുന്ന ആൾക്ക് 108 സ്ത്രീകളെ കൊന്നു കഴിഞ്ഞാൽ അവന് ഒരു വരം ലഭിക്കും. ആ ഒരു വരമാണ് ഞങ്ങൾ. അപ്പോൾ ആ വരത്തിലൂടെയാണ് ഞങ്ങളെല്ലാവരും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മൊത്തം ലിൻഷനെ പറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഞങ്ങളെ ലിൻഷൻ്റെ ആ ഒരു രൂപത്തിലേ കാണാൻ സാധിക്കത്തുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു രൂപം തന്നെ ഇല്ല എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പറയും, നമ്മുടെ ലിൻഷ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ ഉപദ്രവിക്കാൻ വല്ലതും വരികയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു പെണ്ണിനെ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെയൊന്നും ഉപദ്രവിക്കത്തില്ല. ആ യുനാൻ എന്ന് പറഞ്ഞ ആളിൽ നിന്ന് ഞങ്ങളെയൊക്കെ രക്ഷിച്ചത് ഈ ടിയാനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ സഹായിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് മാഞ്ഞു പോകുന്നുണ്ട്. അടുത്ത സീനിൽ ഇവരെല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ ഭയങ്കര സങ്കടത്തോടെ ആണ് പറയുന്നത്, നിങ്ങൾക്ക് ഇതിനോട് വെറുപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പറയും, വെറുപ്പോ, ഞങ്ങൾക്ക് ഇതിനോട് വെറുപ്പൊന്നുമില്ല, പക്ഷേ നീ ഈ പറഞ്ഞതെല്ലാം നീ ഒരാൾ ഉദ്ദേശിച്ചിട്ടില്ല. ആ യുനാൻ്റെ ചീത്ത ശക്തിയാണ് നിന്റെ ദേഹത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ നിന്റെ മനസ്സിൽ ഞങ്ങളെപ്പറ്റി അങ്ങനെയൊന്നും ഇല്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവൾക്ക് വേണ്ട സങ്കടമായിട്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ടിയാൻ എന്നവളിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇവർ അങ്ങോട്ട് ഓടിച്ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ സീങ് അവിടെ ബോധം കെട്ട് കിടപ്പുണ്ടാവും. അപ്പോഴത്തേക്കും മാംഗ്ലി അവളുടെ കയ്യിലുള്ള ഒരു മരുന്ന് ഉപയോഗിച്ചിട്ട് നമ്മുടെ സീനെ അതിൽ നിന്ന് ഉണർത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സീങ് ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് വെച്ചാൽ ആ സുയാവിൻ്റെ ജൂനിയർ പെൺകുട്ടിയും അവളുടെ ഒരു ജൂനിയർ പയ്യനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ ചോദിക്കുന്നുണ്ട്, ആ സീനിയർ ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സീനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ലിൻഷയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവരായിട്ടിനെ ഫൈറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മാംഗ്ലി അതിനൊക്കെ തടയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, ആ സീനി നമുക്ക് അന്വേഷിക്കാൻ വേണ്ടി പോയെന്നുള്ള രീതിയിൽ അവരങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അടുത്തത് കാണിക്കുന്നത് വെച്ചാൽ ഇവരും ഇവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത്
എന്താണ് നമ്മുടെ മജിസ്ട്രേറ്ററെയും അതുപോലെ അവരുടെ വൈഫിനെ കേട്ടോ കാണിക്കുന്നത്. അവരിങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പെങ്കൊച്ച് എങ്ങോട്ട് പോയി, അവരെ പറ്റിയൊരു വിവരമില്ല എന്നുള്ള രീതിയിൽ സങ്കടത്തോടെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പോലീസ് ഓഫീസർ അവിടേക്ക് വരുന്നുണ്ട്. പോലീസ് ഓഫീസർ പറയും പേടിക്കാനൊന്നുമില്ല, അവർ മൂന്നാളും എന്താണ് സേഫാണ്, അവിടെ പോയ എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നെ ഇരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മജിസ്ട്രേറ്റിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അതിന് മജിസ്ട്രേറ്റ് പറയുന്നുണ്ട് ഇനി വെച്ചിട്ടിരിക്കാൻ പറ്റത്തില്ല, ടിയാൻ ഷിങ് മരിക്കുന്നതിന് മുന്നേ പറഞ്ഞ കാര്യമാണ് ടിയാൻ്റെ കല്യാണം, അത് ഞാൻ ഇന്ന് എന്തായാലും നടത്തും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആ പോലീസ് പയ്യൻ ഭയങ്കര സാഡാവുന്നിട്ട്, അതായത് ആ പോലീസ് ഓഫീസർക്ക് നമ്മുടെ മാംഗ്ലിൻ്റെ നേർക്കൊരു കണ്ണുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവന് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ കാണിക്കുന്നത് ഇവർ മൂന്നാളോട് നടന്നു വരായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി ലിങ്ഷിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇനി അടുത്ത് പോകാൻ പോകുന്ന ചിങ്മാൻ എന്ന് പറഞ്ഞാൽ മലയില്ലേ, അവിടേക്ക് എന്നെയും കൂട്ടിക്കൊണ്ട് പോകുന്നതിന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷയ്ക്ക് ഭയങ്കര പേടിയാവും കേട്ടോ. ലിങ്ഷിനെ മനസ്സിൽ വിചാരിക്കും ഞാൻ തന്നെ ആ മലയിലേക്ക് ടിയാനെ കൊണ്ടുപോയത് അവൻ്റെ വാള് മറ്റേ ആ മുഖമുടിയിട്ട് ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇനി ഇവളും കൂടി വന്നതിന് അതൊന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ അവളെല്ലാം പറയുന്നുണ്ട്. അതൊന്നും ശരിയാവില്ല, നിനക്ക് നിൻ്റെ അച്ഛനും അമ്മയും ഇത്രയും സ്നേഹിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും വിട്ടൊന്നും നീ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവളവിടെ നിന്ന് ഓടിപ്പോട്ടെ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവളെ നിന്നെ ഇത്ര ടെൻഷൻ അടിച്ച് ഓടിപ്പോകുന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ നമ്മുടെ പെങ്കൊച്ച് ഓടി വരുന്നതും ഈ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്കായിരിക്കും. അവിടെയാണ് ഈ കല്യാണ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് ആ പോലീസ് ഓഫീസർ ഭയങ്കര ശോകത്തോടെ വന്ന് പറയും കല്യാണ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ് ചോദിക്കുന്നുണ്ട് പെണ്ണും ചെക്കനൊന്നും സമ്മതിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയൊക്കെ നടക്കാന്നുള്ള രീതിയിൽ ലിങ്ഷ് അവിടെ നിന്നകത്തേക്ക് കയറും. അകത്ത് വന്നതിന് ശേഷം അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യാന്നുള്ള രീതിയിൽ. എന്നിട്ട് അവളൊരു ലെറ്റർ അയക്കുന്നുണ്ട്, അതായത് 7 മണിക്ക് നീ പൂന്തോട്ടത്തിൻ്റെ അവിടെ വരണം, ഇനി ഇതിനോട് അത്യാവശ്യം കാര്യം പറയാനുള്ള രീതിയിൽ ഒരു ലെറ്റർ അയക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വെച്ചാൽ ഇവർ രണ്ടാളും കൂടി ടിയാനും മാംഗ്ലിയും കൂടി വീട്ടിലേക്ക് വരുന്നുണ്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ മജിസ്ട്രേറ്റ് ടിയാനോട് പറയുന്നുണ്ട് ടിയാൻ നീ എൻ്റെ കൂടെ എനിക്ക് ഇതിനോടൊരു കാര്യം പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ലിങ്ഷ പറയുന്നുണ്ട് പിന്നെ അവന് 3 വരെ എണ്ണുണ്ട്, അതിന് മുമ്പ് എൻ്റെ അടുത്തേക്ക് എന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്ന രീതിയിൽ അവളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കാണുന്നത് വെച്ചാൽ നമ്മുടെ മജിസ്ട്രേറ്റർ അവന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് പറയും ഇത് നിനക്ക് ഞാൻ തരുന്ന ഫംഗ്ഷൻ ഡ്രസ്സാണ്, ഇത് നീ അണിയണം എന്ന് തന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ടിയാൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഇതിനു മുന്നേ അല്ലേ ഈ വേഷം ധരിച്ചത്, ഇനി ഇതിനെ ഇപ്പോൾ ഈ ഡ്രസ്സ് തരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും മജിസ്ട്രേറ്റ് പറയും അതുപോലെയല്ല ഇത് നിൻ്റെ കല്യാണ ഡ്രസ്സാണ്, ഇത് ധരിച്ചാൽ മാത്രമേ നിനക്ക് കല്യാണം കഴിക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അടുത്ത സീനിൽ നമ്മൾ മാംഗ്ലിൻ്റെ അമ്മ മാംഗ്ലിനെ കല്യാണത്തിന് റെഡി ആയിക്കോളും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും മാംഗ്ലി പറയും അമ്മ ടിയാൻ ഷിങ്ങിൻ്റെ അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പുള്ളി ഭയങ്കര സ്ട്രോങ്ങും അതുപോലെ റൊമാൻറ്റിക്കായ ഒരു ആളാണ്, പക്ഷേ ടിയാൻ അങ്ങനെയൊന്നുമല്ല, അവനൊരു പാവമാണ്, പിന്നെ അവനെ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മജിസ്ട്രേറ്റിന് പറഞ്ഞു കൊടുക്കണം, അതായത് നിൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ തന്നെ നിൻ്റെ അച്ഛനൊരു ആഗ്രഹം ഉണ്ട്, നിൻ്റെ കല്യാണം, അതാണ് ഞാനിപ്പോൾ ഇവിടെ നടത്താൻ ആഗ്രഹിക്കുന്നത്, നിൻ്റെ അച്ഛൻ എൻ്റെ മകളെ കല്യാണം കഴിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും, അതുകൊണ്ട് ഞാനും തീരുമാനിക്കുകയാണ് നീയും മാംഗ്ലിയും തമ്മിലുള്ള വിവാഹം, നിങ്ങൾ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുടുംബമാവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും ആണോ എനിക്ക് നിങ്ങളുടെ മകളെ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മളൊരു കുടുംബം ആവുന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിന് റെഡിയാന്നൊക്കെ പറയും കേട്ടോ. അടുത്ത സീനിൽ അമ്മയാണെന്നുണ്ടെങ്കിൽ മാംഗ്ലിനെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ലിങ്ഷനെയാണ്. ലിങ്ഷ 1 മുതൽ 3 കഴിഞ്ഞിട്ട് 3716 വർഷം എണ്ണീറ്റും നമ്മുടെ ടിയാൻ വന്നിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോഴത്തേക്കും ഡോറിലൊരു കൊട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ടിയാനുള്ള രീതിയിൽ അവളിനെ ഓടി ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു വേലക്കാരി ആയിരിക്കും, എന്നിട്ട് പറയും ഞാൻ നിങ്ങളെ ഫംഗ്ഷൻ ക്ഷണിക്കാൻ വന്നിയാന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും അവൾ വയനാട്ട് ഞെട്ടിയിട്ട് അവൾ ഓടി ചെല്ലുന്നതാണ്. എന്നിട്ട് നമ്മുടെ മജിസ്ട്രേറ്റിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഫംഗ്ഷനൊക്കെ തീരുമാനിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മജിസ്ട്രേറ്റ് പറയും നീ ഇതൊക്കെ വെയിറ്റ് ചെയ്യും ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ അവിടേക്ക് വരുന്നുണ്ട്. ടിയാനാണെന്നുണ്ടെങ്കിൽ ചുമന്ന ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിനെ ടിയാൻ്റെ അടുത്തേക്ക് ഓടിച്ചു ചോദിക്കുന്നുണ്ട് നീ നിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരെ വന്നത്, എന്നിട്ട് നീ എൻ്റെ കല്യാണത്തിന് തയ്യാറാവണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും ഞാൻ തയ്യാറായി എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി വരുന്നുണ്ട്. മാംഗ്ലി അച്ഛനോട് പറയും എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറയും, എൻ്റെ ഈ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു നിമിഷമാണ് എൻ്റെ കല്യാണം, അത് ഞാൻ തന്നെ തീരുമാനിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും സമ്മതമല്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും എനിക്ക് സമ്മതമാണ്, എനിക്ക് മാംഗ്ലിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചാൽ നമുക്ക് കുടുംബം പോലെ ജീവിക്കാമല്ലോ, അതേപോലെ ഞാൻ ലിങ്ഷയും കെട്ടിക്കോളാം എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഞങ്ങൾക്കും കുടുംബം പോലെ ജീവിക്കാമല്ലോ എന്നൊക്കെ പറയും. നമ്മുടെ ടിയാനാണെങ്കിൽ കല്യാണത്തെ പറ്റി ഒരു അറിവുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മജിസ്ട്രേറ്റ് അവനെ വഴക്ക് പറയും, കല്യാണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നല്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷനോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ കെട്ടിക്കോളാം, നമുക്കപ്പോൾ ഒരു കുടുംബം പോലെ ആവാലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ലിങ്ഷ ചിരിക്കുന്നുണ്ട്. ലിങ്ഷനെ പറഞ്ഞു കൊടുക്കും എടാ പൊട്ട, കല്യാണം എന്ന് പറയുന്നത് നിൻ്റെ അച്ഛനെയും അമ്മയും പോലെ ജീവിക്കണം, അത് ഒരു ദിവസം മാത്രമല്ല ജീവിതകാലം മൊത്തം ഞങ്ങൾ നിൻ്റെ കൂടെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ടിയാൻ പറയും അയ്യോ അന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
അടുത്ത കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മജിസ്ട്രേറ്റർ പറയും അന്ന് ഓക്കെ നമ്മുടെ മകളുടെ ഇഷ്ടമില്ലേ അവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നടക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ആ പോലീസ് ഓഫീസറിന് വരെ സമാധാനമാകും കേട്ടോ. അടുത്ത സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈങ്കനെ കാണിക്കുന്നുണ്ട്. ഈങ്കക്കാണെങ്കിൽ സുയാവെന്നൊരു മെസ്സേജ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ടിയാനയും കുട്ടി എത്രയും പെട്ടെന്ന് മലയിലേക്ക് വരണം, പിന്നെ ആ വാള് വാങ്ങാൻ വരുന്ന ആരാണെങ്കിലും അവരെ കൊന്ന് തള്ളിയേക്കണം എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജ് ആയിരിക്കും കേട്ടോ. അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ ഇവരെല്ലാവരും കൂടെ ഡിന്നർ കഴിക്കാനിരിക്കുകയായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ഇങ്ങനെ മജിസ്ട്രേറ്റിനോട് പറയുന്നുണ്ട്, അങ്കിളെ ഞാൻ എന്താണ് എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്, പക്ഷേ എനിക്കതിനുള്ള സമയം കിട്ടിയിട്ടില്ല, ഞങ്ങളിനി അതിനുവേണ്ടി പോകാൻ നിൽക്കുകയാണ്, അപ്പോൾ ലിൻഷി എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും മജിസ്ട്രേറ്റ് പറയുമ്പോൾ നിങ്ങൾ പോയിട്ട് വാന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലയും പറയും ഞാനും വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മജിസ്ട്രേറ്റ് ഇങ്ങനെ സങ്കടത്തോട് പറയും നിനക്ക് എങ്ങനെ ഞങ്ങളെ വിട്ട് പിരിഞ്ഞിരിക്കാൻ സാധിക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിൻഷി പറയും ആങ്ങൾ സങ്കടപ്പെടുന്നുണ്ട്, ഞാൻ എന്തായാലും അവളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യാനുള്ള രീതിയിൽ ആലോചിച്ചിട്ട് അവൾ വീണ്ടും ഒരു മറുപടി കത്ത് അയക്കുന്നുണ്ട്. അതായത് 7 മണിക്ക് എനിക്ക് നിന്നെ കാണാൻ വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ നീ 9 മണിക്ക് പൂന്തോട്ടത്തിൻ്റെ അവിടെ വരണം എന്ന് പറയും കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്ന 2 മുഖംമൂടി ഇട്ട ആൾക്കാരെയാണ്, അതേപോലെ നമ്മുടെ ഇങ്കനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവർ തമ്മിലുള്ള വാളെടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് ഇവർക്ക് അറിയാം, അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് സീൻ കാണിക്കേണ്ടത് അതെല്ലാം നമ്മുടെ ലിൻഷ കണ്ടു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഈങ്കൻ്റെ ഒരു മാസ്ക് താഴേക്ക് വീണ് പോകുന്നുണ്ട്. അപ്പോൾ ഇയാളെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ശിവാനെ പോലെ ഇരിക്കുന്നുണ്ടാവും. അപ്പോഴത്തേക്കും ഈ മാസ്ക് ഇട്ട് 2 പേരും അവിടെ നിന്ന് മാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ലിൻഷയാണെന്നുണ്ടെങ്കിൽ ഈങ്കിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈങ്ക ചോദിക്കുന്നുണ്ട് അവൻ എവിടെ എന്താ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കച്ച് പറയും അവൻ എൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്, അവനെ നിങ്ങൾ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ സങ്കടത്തോടെ പോകുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ കാണുന്നത് വെച്ചാൽ നമ്മുടെ ടിയാനും മാംഗ്ലീനെയാണ്. ടിയാനാണെങ്കിൽ മാംഗ്ലീൻ്റെ അടുത്തേക്ക് വന്നിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും മാംഗ്ലി അവൻ്റെ കയ്യിലേക്ക് ഒരു പിക്ചർ കൊടുത്തിട്ട് പറയും നിൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണ്, എൻ്റെ ചെറുപ്പകാലത്ത് നിൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനെ വരെ സന്തോഷമായിട്ട് അവൻ പറയും ഞാൻ ഇത് സൂക്ഷിച്ച് വെച്ചോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ടിയാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞെന്ന് ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ പെങ്കൊച്ചു പറയുന്നുണ്ട് അതായത് എൻ്റെ ഈ പാരൻസ് ഇതെൻ്റെ റിയൽ പാരൻസ് അല്ല എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ പുറത്ത് നമ്മുടെ ലിങ്ഷ് ഇതൊക്കെ എല്ലാം കേട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാനും മനസ്സിലാവും ആരൊക്കെ അവിടെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ചോദിക്കുന്നുണ്ട് ആരാതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവും ലിങ്ഷി ആണെന്നുള്ളത്. അപ്പോൾ മാംഗ്ലി പറയും ലിങ്ഷ ഇങ്ങോട്ട് പോര് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ലിങ്ഷ ഒന്നും അറിയാത്തോലെ എന്താ അവിടെ സംസാരിച്ചത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പെങ്കൊച്ച് പറയും ഇതെൻ്റെ ശരിക്കുള്ള അച്ഛനമ്മയല്ല, എനിക്ക് അവരെ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ വെള്ള മുടിയുള്ള ആളെ കാണിക്കുന്നത് ചോങ്ക, അതേപോലെ താടിക്കാരനെയും കാണിക്കുന്നുണ്ട്. ചോങ്കയാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു ആളെ താടിക്കാരന് എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുക്കുക, എന്നിട്ട് പറയും ഇതിന് ശേഷം മാത്രമേ നിനക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു താടിക്കാരൻ ചോദിക്കുന്നുണ്ട് എന്നെ ഇങ്ങനെ ആക്കുന്നത് ആരായിരിക്കും എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ വെള്ളമുടിക്കാരൻ പറയും ശുഭാനാണ്, ശുഭാൻ പുറത്ത് വന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്, ഇനി അടുത്തടുത്ത് എന്ത് സംഭവിക്കുന്ന അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതോടെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി, ബൈ.